ഇതുകൊണ്ടൊരു അടിപൊളി പരിപാടിയുണ്ട്. നമസ്കാരം. 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 നമ്മളിപ്പോ ഈ എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമുണ്ട്, മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ശരിക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അലർജി രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിന് നിസ്സാരമായിട്ട് നമ്മുടെയൊക്കെ തൊടിയിലും ഒക്കെ കാണുന്ന ഒരു സാധനത്തെ പരിചയപ്പെടുത്തുക എന്ന് വെച്ചില്ലേ, ഈ ജലദോഷവും ഇപ്പൊ തുമ്മലും അല്ലെ, പനി, പിന്നെ ഈ പൊടിയുടെ അലർജി, അങ്ങനെ പല അലർജിയാണ് മഴ സമയത്ത്. അതിനൊരു പരിഹാരം ഉണക്ക് സമയത്തായാലും മഴ സമയത്തായാലും ഇത് വലിയ ഗുണമുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. ഇത് കണ്ടോ, ഇതാണ് മുക്കുറ്റി എന്ന് പറയുന്ന സാധനം. ഇത് കണ്ടോ, ഇത് വേരോടെ പറിച്ചെടുക്കുക. ഇത് നമുക്ക് വേണ്ടത് 5 എണ്ണമാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇപ്പൊ പിടിച്ചു വരുന്നേ ഉള്ളൂ. ഇത് ദശപുഷ്പങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് മുക്കുറ്റി. എല്ലാവരും വീട്ടിലുണ്ട്. വലുതൊക്കെ അല്ലേ, ഇത് അവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് മുക്കുറ്റി. അപ്പൊ മുക്കുറ്റി എല്ലാവരും നോക്കിയോ, ഇതാണ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഇത് കാണിച്ചെന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത്ര മതി അല്ലേ? ഇതാണ് മുക്കുറ്റി. ഇത് ഇത്രയും മതി. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഒരു പ്രധാന സാധനം കൂടെ ചേരണം. അത് നമുക്ക് കാണാം. അത് ചേരുന്ന കാണാം, ഇത് ചെയ്യുന്ന കാണാം, എങ്ങനെ കഴിക്കുന്നതും കാണാം. ഒരുപാട് പുസ്തകങ്ങളല്ലേ, ഈ പുസ്തകങ്ങളെല്ലാം മുക്കുറ്റിയെ കുറിച്ചുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, മുക്കുറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് കിട്ടുന്നേ ഔഷധ സസ്യങ്ങൾ എന്നുള്ള പുസ്തകത്തിനകത്തുണ്ട്. ഈ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് അതാണ്, ഇതാണ് മുക്കുറ്റി. മുക്കുറ്റിയെ കുറിച്ച് ഇതാണല്ലോ ഡോക്ടർ ദേശമണി സാറാണ്. പുള്ളി റിസർച്ച് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഒത്തിരി പുസ്തകമുണ്ട്. എൻ്റെ ഒരു 50 പുസ്തകത്തിനകത്തും മുക്കുറ്റിയെ കുറിച്ച്, ഗ്രന്ഥത്തിലും ഉണ്ട് മുക്കുറ്റിയെ കുറിച്ച്. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മുത്തശ്ശി വൈദ്യം എല്ലാത്തിനകത്തും ഉള്ളതാണ്. ഇതിനകത്ത് തന്നെയുണ്ടോ ഔഷധ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞൊരു വയറിളക്കത്തിന്, അതുപോലെ തന്നെ പനി പോലുള്ള സാധനം എല്ലാത്തിനും കൃത്യമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അലർജി പോലുള്ള സംഭവങ്ങൾ. അലർജി ഒത്തിരി പേർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അലർജിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവത്തിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുക്കുറ്റി 5 പീസ് കഴുകിയെടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിനകത്ത് കുരുമുളക്, നല്ല നാടൻ കുരുമുളക് 5 എണ്ണം എടുക്കണം. 1 2 3 4 5 പീസ് മതി കുരുമുളക്. ഇത്രയും മാത്രം മതി നമുക്ക് ഈ ഒരു കാര്യത്തിന്. ഇനി ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടെ നമുക്ക് കാണാം. ഇത് നമ്മളിങ്ങനെ വെക്കുക അല്ലേ, ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ എല്ലാ സാധനവും ഉണ്ട്. തുടങ്ങുമല്ലേ? നമ്മൾ തുടങ്ങാൻ പോവാ. നമ്മൾ 5 മുക്കുറ്റി എടുത്തതേ ഉണ്ട്. ഇതിനകത്ത് 5 കുരുമുളക്, നമ്മൾ എടുക്കുന്ന 5 കുരുമുളക്, 5 കുരുമുളക് കൊണ്ട് വെക്കുന്നു. ഇനി നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവാ. നമ്മൾ ഇവനെ നന്നായിട്ട് വെച്ച് അരയ്ക്കാൻ പോവാം. ഈ അരകല്ല് നമ്മൾ ഓൺലൈനിൽ വരുത്തിയതാ. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടിക്ക് വേണ്ടി അര തുടങ്ങി. ഈ അരകല്ല് അരയ്ക്കുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് ഇത് കിട്ടും. നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ മുക്കുറ്റി കറക്റ്റ് ആയിട്ട് ഇതാക്കത്തില്ല. നല്ലപോലെ അറിയുന്നുണ്ടല്ലേ, അടിപൊളിയായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ ഇത് അത്യാവശ്യം ഈ അരകല്ല് ഇപ്പൊ വീടുകളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും മിക്സിയും ഇങ്ങനെയുള്ള സാധനത്തിലേക്കാ. പക്ഷെ എളുപ്പമാണ് കേട്ടോ, ഇത് അരയ്ക്കാൻ എളുപ്പമായത്. നല്ലപോലെ അറിഞ്ഞ നല്ലപോലെ നല്ല വൃത്തിക്ക് അരഞ്ഞ്. കുരുമുളക് എന്തിയൊന്നും അറിയില്ല. ഇതിന്റെ വേരൊക്കെ അരയാൻ ഇച്ചിരി പാടാ കേട്ടോ. അപ്പൊ അത് നല്ലതായിട്ട് ഇങ്ങനെ അരയ്ക്കാൻ പറ്റും. ഇത് വലിയ പണിയൊന്നുമില്ല. നമുക്ക് വിചാരിക്കും ഒത്തിരി വലിയ പണിയൊന്നുമില്ല. എരിവൊക്കെ നല്ലപോലെ അരഞ്ഞല്ലേ, കണ്ടോ? വേരൊക്കെ അടിപൊളിയായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നിസ്സാരമാ. അരച്ചു കഴിഞ്ഞല്ലേ? അരച്ചു കഴിഞ്ഞു. വടിച്ചെടുക്കുക. നീ ഇതെല്ലാം വടിച്ചെടുക്കണം. വടിച്ചെടുത്ത് കുറച്ച് മതി കേട്ടോ. നല്ലപോലെ അരഞ്ഞു കേട്ടോ, നല്ലപോലെ അരഞ്ഞു. ഇതായിട്ട് അരഞ്ഞ് ഇത്രയും വേണ്ടേ, നമ്മൾ കാണിച്ചല്ലേ? ഇത്രയും കഴിക്കാൻ ഏറ്റവും നല്ലത്. ഇത്രയും കഴിക്കാൻ നല്ലത്. മുക്കുറ്റി എങ്ങനെയാ കഴിക്കുന്നത്? കഴിക്കുന്ന കാണിക്കാം. ഇത് കുറച്ചെടുക്കുക. എടുത്തിട്ട് തന്നെ കുറച്ചെടുക്കുക. എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചാൽ എപ്പോഴാണ് കഴിക്കണ്ട? ഇതിപ്പം രാവിലെ കഴിക്കാം. കുറച്ച് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത്. രോഗപ്രതിരോധ ശേഷിയും എല്ലാത്തിനും നല്ല. ഈ പനി, മൂക്കൊലിപ്പ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും നല്ല പരിഹാരമാണ്. മാത്രമല്ല മുക്കുറ്റിക്ക് കുറേ ഗുണങ്ങളുണ്ട് വേറെ. ആ ഗുണങ്ങളോടെ നമ്മുടെ ശരീരത്തിൽ ചെല്ലും. മുക്കുറ്റിക്കുള്ള ഗുണങ്ങളെല്ലാം നമ്മൾ പിന്നെ നെറ്റിലോ അതുപോലെ ആയുർവേദ ഡോക്ടർമാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും മുക്കുറ്റിയുടെ ഗുണങ്ങൾ.